ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 12 വ്യാഴാഴ്ച. ഇന്ന് ദേശീയ പണിമുടക്കായിരുന്നു. ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വളരെ നിരാശപ്പെടുത്തുന്ന രൂപത്തിലാണ്. ഒരു കൺസോൾട്ടേഷനിലൂടെ തന്നെയാണ് ഈ ഒരു 4 ദിവസമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മാത്രം ഒരു 100 പോയിന്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. IT സെക്ടറാണ് ഇന്ന് കൂടുതലും തകർന്നു പോയത്. നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് നോക്കാം, അതുപോലെ തന്നെ നാളത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളിലേക്ക് അൽഗോരിതം എത്തിക്കപ്പെടും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉളവാക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ IT മേഖലയിലെ തകർച്ച എന്ന് പറഞ്ഞല്ലോ, അതിലെ വൻകിട സ്റ്റോക്കുകൾ വൻതോതിൽ സെല്ല് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൂടുതലായും താഴേക്ക് വന്നത്. അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലമുണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട്. മറ്റൊന്ന് സ്ട്രോങ് US ജോബ് ഡാറ്റ, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് കാരണം US ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഇല്ലാതായതും IT സെക്ടറിൽ കുത്തനെയുള്ള ഇടിവിന് കാരണമായിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സർവീസ് ഇൻറ്റൻസീവ് സെക്ടേഴ്സിലെ മാർജിനുകൾ ചുരുക്കിയതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ കൂട്ടാൻ കാരണമാകുകയും ചെയ്തു. ഇന്ത്യയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ സാങ്കേതിക മാറ്റം ഡെലിവറിയിലെ സമയക്രമങ്ങൾ കുറച്ച് വോളിയം അധിഷ്ഠിത ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ IT സേവനങ്ങളുടെ സ്ട്രക്ചർ മാറാൻ സാധ്യതയുണ്ട്. IT സെക്ടറിലെ വീക്ക് സെൻറ്റിമെൻറ്റും അതോടൊപ്പം US-ഉം ഇറാനും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും കാരണം ഇൻവെസ്റ്റർമാർ നിയർ ടേം, സമീപഭാവിയിൽ മാർക്കറ്റ് ജാഗ്രതയോടെയായിരിക്കും ശ്രദ്ധിക്കുക. ഇന്ന് നിഫ്റ്റി ഏകദേശം 25,800 അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 25,807. ഇൻട്രാഡേ മൂവ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 25,750 അതുപോലെ തന്നെ 25,919 ഇടയിൽ വലിയ തോതിലുള്ള കൺസോൾട്ടേഷനാണ് നടന്നത്. 25,685 അടുത്ത് 50 ഡേയ്സ് EMAയും അതുപോലെ 25,583-85 ആ ഒരു റേഞ്ചിൽ 100 ഡേയ്സ് EMAയും കൂടുതൽ മാർക്കറ്റ് താഴോട്ട് പോകാനാവാത്ത വിധം സ്ട്രക്ചറൽ സപ്പോർട്ടായിട്ട് തുടരുന്നുണ്ട്. എന്നാൽ 25,850 അതുപോലെ 25,900 ഈ സപ്ലൈ ക്ലസ്റ്ററിനടുത്ത് കണ്ടിന്യൂ ആയിട്ട് റെസിസ്റ്റൻസ് എടുത്ത ശേഷം ഇന്ന് നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൗൺ സൈഡിലേക്കുള്ള ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസുമായി പൊരുത്തപ്പെടുന്നുണ്ട്. ക്ലോസിങ്ങിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 146 പോയിൻ്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. സെൻസെക്സ് 558 പോയിൻറ്റും ഇടിഞ്ഞ് 83,674 എത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 60,739 5 പോയിന്റ് മാത്രം സ്ലൈറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. NSEയിൽ IT പാക്ക് പിന്നിലായവരുടെ പട്ടികയിൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറയാം. ടെക് മഹീന്ദ്ര, അതുപോലെ ഇൻഫോസിസ്, TCS, HCL ടെക്നോളജീസ്, വിപ്രോ തുടങ്ങി 30ഓളം സ്റ്റോക്കുകൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ് ഇതെല്ലാം തന്നെ 2 ദിവസം മുന്നേ നെഗറ്റീവിലായിരുന്നു, അത് ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മാത്രം. ശ്രീറാം ഫിനാൻസ്, ഏഷ്യർ മോട്ടോഴ്സ്, ICICI ബാങ്ക്, ട്രെൻഡ് തുടങ്ങി 20ഓളം സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിലും ക്ലോസ് ചെയ്തു. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സ് ആണ് ഇന്നത്തെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. 5.51% ഇടിഞ്ഞത്. മറ്റ് സെക്ടറുകളിൽ നിഫ്റ്റി റിയാലിറ്റി 1.45, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.19 എന്നിങ്ങനെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 0.38% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ബ്രോഡർ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നെഗറ്റീവിലാണ്. 0. അര അര ശതമാനം വീതം ഏകദേശം, അതായത് മിഡ് ക്യാപ്പ് 0.47%, സ്മോൾ ക്യാപ്പ് 0.64% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും വരും ദിവസം, അതായത് ചെറിയ തോതിലുള്ള ഇവിടെ സപ്പോർട്ട് എടുത്ത രൂപത്തിൽ തന്നെയാണ് 200 EMAക്ക് സപ്പോർട്ട് എടുത്ത് 25,745 750 സപ്പോർട്ട് എടുത്തിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല ഒരു റൗണ്ട് ബോട്ടം ക്രിയേറ്റ് ആയി അത് ഫുൾ ഫോം ആയി കഴിഞ്ഞ് റിവേഴ്സ് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് നാളെ ഫ്രൈഡേ ആണ്, ഒരു വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നാളെ അപ് ട്രെൻഡിനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇന്നലെ ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂസ് കാരണം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണിത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 60,880 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാം. അതേസമയം ഡൗൺ സൈഡിലേക്ക് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ട് സോണ് 60,610 താഴെയും ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. ഓക്കെ, 610 അല്ലെങ്കിൽ 600 താഴെയായിരിക്കും ഒന്നുകൂടെ സേഫ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു ലൈൻ 25,780 25,780 താഴെ വരികയാണെങ്കിൽ ഇൻട്രാഡേ ലെവലിൽ എൻട്രി എടുത്ത് പോകാം. ഒന്നുകൂടെ സെക്യൂരായിട്ട് പോവുകയാണെങ്കിൽ 25,750 താഴെ എൻട്രി എടുത്താൽ മതിയാവും. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സോണിന് മുകളിൽ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, 25,880 മുകളിൽ. അപ്പോൾ നിഫ്റ്റിയിൽ ഈ 2 ലെവലുകളും വാച്ച് ചെയ്യാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ, ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. നാളെ ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇന്ന് ഞാനെടുത്ത ട്രേഡുകളിലൂടെ ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. രാവിലെ ഇൻഡസ് ടവർ 465 474 വരെ പോയിട്ടുണ്ട്, അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സെൻസെക്സ് പുട്ട് സൈഡ് 320 എടുക്കാൻ നോക്കി, പക്ഷെ വന്നില്ല. പിന്നെ 84,100 100 മുതൽ 107 വരെ ഒരു 4 തവണ വന്നതിന് ശേഷം അപ്പോൾ 106 തന്നെ എക്സിറ്റ് അടിച്ചു. പിന്നീട് 110 പോയി. അപ്പോൾ അത് സാരല്ല, പോയിക്കോട്ടെ. ഓക്കെ, ഇൻഡസ് ടവറിലെ പ്രോഫിറ്റാണ്. 474 വരെ പോയി. പിന്നെ SL ട്രയൽ വെച്ചുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് കിട്ടി. പിന്നീട് നിഫ്റ്റി കോൾ സൈഡാണ് 166 എൻട്രി എടുത്തു, ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നൗക്കരി സ്റ്റോക്കാണ് 1131 എടുത്തു, 1140 കഴിഞ്ഞ് 1145 വരെ പോയിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സെൻസെക്സ് പുട്ട് സൈഡാണ് 135 എടുത്തു, അതൊരു 165 വരെ പോയി, ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റിനടുത്ത് പോയിട്ടുണ്ട്. പിന്നെ നിഫ്റ്റി പുട്ട് സൈഡാണ് 196 എടുത്തു, 200 201 കൺസോൾട്ടേഷൻ ആയപ്പോൾ എക്സിറ്റ് അടിച്ചു, കിട്ടിയത് കളയണ്ടല്ലോ. ഓക്കെ, പക്ഷേ 207 വരെ പോയി, അത് പോയിക്കോട്ടെ, നമ്മൾ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യം. പിന്നെ കാൾ സൈഡാണ് 172, പക്ഷെ 175 വരെ 178 വരെ വന്നു. 172 175 എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ വന്നില്ല. ഓക്കെ, ലാസ്റ്റ് നാച്ചുറൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട്, താഴെ കരയുന്ന ഇമോജിയെ കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ 18.10 വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. 18 വരെ വന്നിട്ടുള്ളൂ. ചില ആളുകൾ പെട്ടെന്ന് അർജൻറ്റായിട്ട് എടുക്കും. 18.10 എബോവ് എന്ന് പറയുമ്പോൾ 18.10 വന്നതും എടുക്കരുത്. 18.10 വന്ന് ചിലപ്പോൾ ഒന്ന് താഴേക്കൊക്കെ വരും. 18.10 അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ട്രേഡുകൾ. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ബൈ.